എല്ലാവർക്കും എബീസ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ആയ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1 + 3a + 3² plus up to 3n - 1 is equal to 3n - 1 divided by 2. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിലും പബ്ലിക് എക്സാമിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 2013 പബ്ലിക് എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. ഈ ക്വസ്റ്റ്യൻ 2017 2015 ഇംപ്രൂവ്മെന്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് നോക്കി പഠിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരോ ഒന്ന് പോയി കണ്ട് ക്ലിയർ ആക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10⁻²n - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. ഈ ക്വസ്റ്റ്യൻ 2017 പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ല. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? പുട്ട് n ഈസ് ഈക്വൽ ടു 1 p ഓഫ് 1. ഓക്കെ, p ഓഫ് n എന്ന് പറഞ്ഞതാണ്. p ഓഫ് n ഈസ് ഈക്വൽ ടു 10⁻²n - 1 + 1 അല്ലേ? ഇത് ഡിവിസിബിൾ ബൈ 11 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആണെന്ന് നമുക്ക് നോക്കണം. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 10⁻² × 1 - 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 10⁻1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 11. ഓക്കെ, 11 ഡിവൈഡ് ബൈ 11 ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പം 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 11 ആണ്. ഓക്കെ, അപ്പം നമുക്ക് പി ഓഫ് 1 എന്തെന്ന് കിട്ടി? വിച്ച് ഈസ് ഈക്വൽ ടു ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അസ്യൂം ദാറ്റ് P of k is true. P of k true നമ്മൾ അസ്യൂം ചെയ്യുന്നു. Then P of k is equal to 10⁻²2k - 1 + 1 okay is divisible by 11. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം P of k + 1 ട്രൂ ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഴുതുന്നു P of k + 1. P of k + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻²2k + 1 - 1 + 1. ഇവിടെ 2k + 1 ബ്രാക്കറ്റിൽ ഇടുന്നു. കാരണം 2 × ആണ്. 2 × k ആണ്. അതുപോലെ ഇവിടെ k + 1നെ 2 വെച്ച് ഇൻറ്റു ചെയ്യുവാണ്. ഇവിടെ 2 × k ആണ്. ഇവിടെ 2 × k + 1 ആണ്. അപ്പോൾ 2 വെച്ച് kനെ ഇൻറ്റു ചെയ്യണം. 2k വെച്ച് 1നെ ഇൻറ്റു ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു 10⁻²2k + 2 - 1 + 1. നമുക്കിതിന് ഇങ്ങനെ എഴുതാമല്ലോ. നമുക്കൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. a⁻m × a⁻n ഈസ് ഈക്വൽ ടു a⁻m + n. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 10⁻²2k × 10⁻² അല്ലേ 10⁻²k + 2 എന്ന് പറയുന്നത് അല്ലേ? അതായത് ഈ 2kനെ നമ്മൾ ഏതെടുക്കുന്നു? 2നെ നമ്മൾ m എന്ന് എടുക്കുന്നു. അപ്പോൾ 10⁻² a × 10⁻m വിച്ച് ഈസ് ഈക്വൽ ടു 10⁻m + n നമുക്ക് കിട്ടിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുക 10⁻²2k × 10⁻² ഈസ് ഈക്വൽ ടു 10⁻²2k + 2 നമുക്ക് കിട്ടിയാലേ? കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ വേറൊരെണ്ണം നോക്കുവാണ്. ഇവിടെ നമുക്കിവിടെ -1 വന്നിട്ടുണ്ടല്ലേ? ഈ -1 എങ്ങനെ വന്നു എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി 10⁻²2k + 2 ഇതിനെ ഈ ഫുൾ ടൈമിനെ നമ്മൾ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റു 10⁻² എത്ര വരണം? ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ m + n ആണ്. m + n. അതുകൊണ്ട് ഇവിടെ നമ്മൾ -1 കൊടുക്കുന്നു. -1 10⁻⁻1 വിച്ച് ഈസ് ഈക്വൽ ടു 10⁻²2k + 2 + -1. ഓക്കെ, അത് നമ്മൾ ഇതിനെ കൊടുക്കുന്നു പ്ലസ് ഇതിനെ നമ്മൾ m എന്ന് എടുക്കുന്നു. a + m എന്ന് കിട്ടും. m എന്ന് പറഞ്ഞാൽ -1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടും 10⁻²2k + 2 മൈനസും പ്ലസും കൂടെ പോയി മൈനസായി -1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. 10⁻²k + 2 എന്ന് പറയുമ്പോൾ × 10²
ഇവിടെ എന്ത് വരും -1 വരാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്താണ് ആഡ് ചെയ്തത് ഇൻറ്റു 10⁻⁻1 ആഡ് ചെയ്തു +1 ഓക്കെ ഇത്ര നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിനെ നമുക്കറിയാം കെയുടെ ടൈമിലേക്ക് വന്നപ്പോഴത്തേക്കും 2k - 1 + 1 ഡിവിസിബിൾ ബൈ 11 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാലോ വിച്ച് ഈസ് ഈക്വൽ ടു 10⁻2k ഇൻറ്റു 10⁻1 ഇൻറ്റു 10² +1 ഈസ് ഡിവിസിബിൾ ബൈ 11 ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ടേം നമുക്ക് ഇവിടെ കെയുടെ ടൈമിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ ടൈം ഉണ്ടല്ലോ കണ്ടോ 2k - 1 ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 2k - 1 ആണ്, അതായത് 2k + -1 a ഇൻറ്റു 10⁻m ഓക്കെ. അപ്പം നമുക്കിങ്ങനെ കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 10⁻2k - 1 ഇൻറ്റു 10² +1. ഞാനിതിനെ ഗ്രൂപ്പ് ആക്കിയതേ ഉള്ളൂ, ഇതിൻ്റെ ⁻²നെ ഇതിൻ്റെ പവേഴ്സിനെ ഞാനൊന്ന് ഗ്രൂപ്പ് ആക്കിയതേ ഉള്ളൂ ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഈ ടൈമിനെ നമുക്കിവിടെ പരിചയമുണ്ടല്ലേ കെയുടെ ടൈമിൽ നമുക്ക് പരിചയമുണ്ട്. നമുക്കിവിടെ കെയുടെ ടൈം ഒന്ന് എഴുതാം. P of k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു P of k ഈസ് ഈക്വൽ ടു 10⁻2k - 1 + 1. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിവിസിബിൾ ബൈ 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഈ 11ൻ്റെ മൾട്ടിപ്പിളിനെ സൂചിപ്പിക്കാൻ വേണ്ടി m11 എന്ന് കൊടുക്കാം വിച്ച് ഈസ് ഈക്വൽ ടു m(11) എന്ന് കൊടുക്കാം ഓക്കെ m(11). ഓക്കെ അപ്പം നമ്മൾ ഇതിനെ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടൈമിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ടൈം 10⁻2k - 1 ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 11 - 1 അല്ലേ. ഈ 1നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ -1 എന്ന് കിട്ടി. 10⁻2k - 1 ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 11 - 1 ഓക്കെ. അപ്പം നമ്മൾ ഇനി ഈ വാല്യൂ നമ്മുടെ ഫസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 11 - 1 ഇൻറ്റു 10² +1 എന്ന് നമുക്ക് കിട്ടിയല്ലേ. ഇതെങ്ങനെ കിട്ടിയത് ഇവിടെ നമുക്കറിയാം 10⁻2k - 1 ഇൻറ്റു 10² +1 ആണ് എന്ത് P of k + 1. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വാല്യൂവിന് 10⁻2k - 1 എന്ന് പറഞ്ഞ ഈ വാല്യൂവിന് അതിൻ്റെ വാല്യൂ ആയ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന ആ ഒരു ടേം ചേർത്ത് നമ്മൾ വാല്യൂ എഴുതിയപ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 11 - 1 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ 10² അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു m(11) മൾട്ടിപ്പിൾ ഓഫ് 11 ഇൻറ്റു 10² -10² +1 ഓക്കെ. ഇത്ര ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതാമല്ലോ ഈ മൾട്ടിപ്പിൾ ഓഫ് 11 ഇൻറ്റു 10², അതായത് 100 ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് 11. ഒരു മൾട്ടിപ്പിൾ ഓഫ് 11 ഏത് സംഖ്യ വെച്ച് ഗുണിച്ചാലും അത് മൾട്ടിപ്പിൾ ഓഫ് 11 തന്നെ ആയിരിക്കും. ഇപ്പം നോക്കാം, നമുക്കൊരു സംഖ്യ കൺസിഡർ ചെയ്യാം 6നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ. 6 / 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കിട്ടും. ഈ 6ന് ഏത് സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും, അതായത് ഇപ്പം നമുക്ക് 6 × 12 കൊടുക്കാം. 6 × 12 ഈസ് ഈക്വൽ ടു 72 നമുക്ക് കിട്ടും. 72നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 72 / 3 ഈസ് ഈക്വൽ ടു 24 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ 72 / 3 ചെയ്യാം. അതായത് 6 3യുടെ ഒരു മൾട്ടിപ്പിളാണ്, അതുപോലെ തന്നെ എന്ത് 72ഉം 3യുടെ ഒരു മൾട്ടിപ്പിളാണ്. കാരണം എന്താണ് 6ന് ഏത് സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 10²നെ ഇത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ഈ മൾട്ടിപ്പിൾ ഓഫ് 11 വെച്ച് 10²നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. അതായത് ഈ സംഖ്യേനെ ഈ മൾട്ടിപ്പിൾ ഓഫ് 11 വെച്ച് 10² മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഈ സംഖ്യേനെ 11 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സംഖ്യ 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ സംഖ്യേനെ ടോട്ടലായിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? മൾട്ടിപ്പിൾ ഓഫ് 11 നമുക്ക് എഴുതാൻ പറ്റും -10² +1 -10² +1 ആണ്. 10² +1 നമ്മൾ ചാടിക്കയറി എഴുതരുത്. -10² +1, അതായത് -10² +1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവനെ സ്പ്ലിറ്റ് ചെയ്താണ്. 10² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 100 +1 -100 +1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99 -99 ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 11 -
99 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ അല്ലയോ? 99 ഡിവൈഡ് ബൈ 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും അല്ലേ? 9 × 11 ആണ് 99 എന്ന് നമുക്കറിയാം. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 11 മൈനസ് മൾട്ടിപ്പിൾ ഓഫ് 11, ഇത് രണ്ട് മൾട്ടിപ്പിൾ ഓഫ് 11s ആണ്. ഈ മൾട്ടിപ്പിൾ ഓഫ് 11ൽ നിന്ന് ഈ 99 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്പിൾ ഓഫ് 11 തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ സംഖ്യനെ നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പം നമുക്ക് ഈ ഉദാഹരണം തന്നെ എടുക്കാം. 72 3യുടെ മൾട്ടിപ്പിൾ ആണ്, അതുപോലെ 6ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 72 - 6 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 66 കിട്ടും അല്ലേ? ഈ 66 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണോ? 66 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 22 അല്ലേ? ഓക്കെ, അപ്പോൾ 66 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ ഓഫ് 11 മൈനസ് മൾട്ടിപ്പിൾ ഓഫ് 11 വിൽ ഗീവ്സ് മൾട്ടിപ്പിൾ ഓഫ് 11. അതായത് ഈ പി ഓഫ് കെ പ്ലസ് 1നെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ഓഫ് 11 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ പി ഓഫ് കെ പ്ലസ് 1 ആണ് കണ്ടുപിടിച്ച് വന്നുകൊണ്ടിരുന്നത്. പി ഓഫ് കെ പ്ലസ് 1 മൾട്ടിപ്പിൾ ഓഫ് 11 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അവസാനം ഇങ്ങനെ എഴുതാം. ഹെൻസ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ ഫോളോവിങ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ ഇത് വേണം നിങ്ങൾ അത്രയും കറക്റ്റായിട്ട് ഇന്ന് പഠിക്കണം. കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് ചോദിച്ച് പൊക്കോണ്ടിരിക്കുന്നതായതുകൊണ്ട് പല വർഷങ്ങളും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഞാൻ തരുന്ന ഈ വീഡിയോയ്ക്കകത്ത് തരുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്പാടെ പഠിച്ചു വെക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങളത് അത്ര സീരിയസ് ആയിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ മാത്സിന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. 1/2 + 1/4 + 1/8 അപ് ടു പ്ലസ് 1/2n ഈസ് ഈക്വൽ ടു 1 - 1/2n. ഈ ഇക്വേഷൻ ട്രൂ ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് n ഈസ് ഈക്വൽ ടു 1 എന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n ഈസ് ഈക്വൽ ടു 1 ആണെന്ന കേസിൽ പി ഓഫ് 1 എത്രയായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2n അല്ലേ? ഈ n-ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2n ഈസ് ഈക്വൽ ടു 1 - 1/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്ര ഒന്ന് സ്റ്റെപ്പ് ആക്കണ്ട. ഇവിടെ നേരെ നമുക്ക് 1/2n എന്ന് നമുക്ക് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ മാക്സിമം എളുപ്പത്തിൽ ചെയ്യുക. കാരണം നമുക്ക് മാത്സിൻ്റെ എക്സാമാണ്, അതുകൊണ്ട് ഒരുപാട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പിലേക്ക് പോകണ്ട. ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര സ്റ്റെപ്പ് ചെയ്ത് പോകുന്നത്. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 2 - 1 ഡിവൈഡ് ബൈ 2. 2 - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. നമുക്കറിയാം ഫസ്റ്റ് ടേമിൻ്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തായിരുന്നു വേണ്ടത്? നമുക്കിവിടെ വേണ്ടത് 1/2 ആയിരുന്നു. നമുക്കിവിടെ പി ഓഫ് 1 എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1/2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും പി ഓഫ് 1 ഈസ് ട്രൂ. ഓക്കെ, പി ഓഫ് 1 ട്രൂ ആയ കേസിലും നമുക്കിനി നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്യുന്നു. പി ഓഫ് കെ നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പം അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പി ഓഫ് കെ എഴുതാൻ പോകണം. പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 1/2 + 1/4 അപ് ടു എവിടെ വരെയുണ്ട്? പ്ലസ് 1/2k ഈസ് ഈക്വൽ ടു 1 - 1/2k നമുക്ക് കിട്ടി. ഇനി നമ്മൾ പി ഓഫ് കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? പി ഓഫ് കെ പ്ലസ് 1 അസ്യൂം ചെയ്യുന്നു. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/2 + 1/4 അപ് ടു പ്ലസ് 1/2k പ്ലസ് 1/2k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 - 1/2k പ്ലസ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആഡ് ചെയ്യുന്നു 1/2k പ്ലസ് 1. ഓക്കെ, ഇത്ര നമുക്ക് കിട്ടി. നമുക്കറിയാം ഈ പാഠത്തിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു. എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഫൈനൽ ആൻസർ ആദ്യം തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫൈനൽ ആൻസർ എന്താണെന്ന് നമുക്ക് സൈഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 നേരെ എന്ത് പി ഓഫ് എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. പി ഓഫ് കെ പ്ലസ് 1 പി ഓഫ് എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 - 1/2k പ്ലസ് 1. ഇതായിരിക്കണം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. എങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ട്രൂ സൊല്യൂഷൻ ആക്കണം.
കാരണം നമുക്ക് മാക്സിമം ഫൈനൽ ആൻസർ കിട്ടിക്കഴിയുമ്പം നമുക്ക് ഈ സൊല്യൂഷൻ ഒരു ഈ ഇക്വേഷനിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഈ സൊല്യൂഷൻ ഒരു ട്രൂ സൊല്യൂഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം ഈ സൊല്യൂഷനിൽ എത്തിക്കാൻ നമ്മൾ നോക്കുക. എത്തുന്നില്ലെങ്കിൽ എന്ത് പറയാം, ട്രൂ സൊല്യൂഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാഠം ഞാൻ പറഞ്ഞു മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് മാക്സിമം ഈ ഇക്വേഷന് നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. കാരണം p(k+1) നമുക്ക് ഈ ടൈമിലേക്ക് ഇത്രയും കുഞ്ഞു ടൈമിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണ്. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് ടൈമിനെ സിംപ്ലിഫൈ ചെയ്യാം. 1 - 1/2k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്, ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2k - 1 all divided by 2k നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, p(k+1) is equal to 2k - 1 divided by 2k. ഓക്കെ, ഇനി ഇവിടെ എന്ത് ആഡ് ചെയ്യുന്നു, +1/2k+1. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2k - 1 ഇൻറ്റു 2k+1 പ്ലസ് ഈ 2kനെ 1 വെച്ച് 2k ഡിവൈഡഡ് ബൈ 2k ഇൻറ്റു 2k+1. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ 2k+1 വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 2k ഇൻറ്റു 2k+1 മൈനസ് 2k+1, കാരണം 1 ഇൻറ്റു 2k+1. ഓക്കെ, പ്ലസ് 2k ഡിവൈഡഡ് ബൈ എന്ത് 2k ഇൻറ്റു 2k+1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കോമൺ ടേമിന് എടുക്കാം. ഈ ടേമിൽ 2k കോമൺ ആണ്, ഈ ടേമിൽ 2k ഉണ്ട്. എവിടെയാ നമുക്കറിയാമല്ലേ, ഈ 2 ഇൻറ്റു 2k അല്ലെ 2k+1, ദാറ്റ് ഈസ് a(m) ഇൻറ്റു a(n) അല്ലെ a(m+n). അതുപോലെ തന്നെ 2k ഇൻറ്റു 2 ആണ് 2k+1. കാരണം 2ൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. ഓക്കെ, ആ 1 ആണ് ഈ കിടക്കുന്നത്. നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് എഴുതി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 2k ഉണ്ട്, ഇവിടെയും 2k ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ 2k നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാൻ പറ്റും. 2k ഇൻറ്റു ഈ ടേമിൽ നിന്ന് 2k പുറത്തേക്ക് പോയി കഴിയുമ്പോൾ മിച്ചം ഇവിടെ എന്തുണ്ട്, 2k+1 മൈനസ് ഈ ടേമിൽ നിന്ന് 2k+1, അതായത് 2k ഇൻറ്റു 2 അല്ലെ 2k+1. അപ്പോൾ ഇവിടെ 2k പോയി കഴിയുമ്പോൾ മിച്ചോടെ എന്തുണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, -2 പ്ലസ് 2k ഇവിടുന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കും മിച്ചോടെ എന്തുണ്ട്, 1 ഉണ്ട്. 1 ഡിവൈഡ് ബൈ 2k ഇൻറ്റു 2k+1 എന്ന് നമുക്ക് കിട്ടി. ഈ 2kയും ഈ 2kയും ക്യാൻസൽ ആക്കി കളയാം. മിച്ചോടെ എന്തുണ്ട്, 2k+1 മൈനസ് 2+1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ട്, -1. ഇത് -2നോട് +1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് -1 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 2k+1 -1 ഡിവൈഡ് ബൈ 2k+1 എന്ന് നമുക്ക് എഴുതാമല്ലോ. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2k+1 ഡിവൈഡ് ബൈ 2k+1 മൈനസ് 1 ഡിവൈഡ് ബൈ 2k+1. അതിലെ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആണ്, ഞാൻ ആ ഡിനോമിനേറ്റർ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 1, ഇതും ക്യാൻസൽ ആയിപ്പോയി. മിച്ചം ഇവിടെ എന്തുകൊണ്ട്, 1 മൈനസ് 1/2k+1 എന്ന് നമുക്ക് കിട്ടി. ഇതല്ലേ നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ട ആൻസർ. നമ്മൾ കാരണം ഇവിടെ ഫൈനൽ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നല്ലോ, ആ ആൻസറിലേക്ക് നമ്മളിവിടെ എത്തിച്ചു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, hence by using principle of mathematical induction the following p of n is true for all natural numbers. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ആക്കി, കാരണം ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ആണ് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. 9n-1 is divisible by 8. ഈ പ്രോബ്ലം 2011 ചോദിച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാം, കാരണം ഇനി ഇത് വേണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം p(1) കണ്ടുപിടിക്കണം. അപ്പോൾ 10 is equal to 1, p(1) is equal to 9(1 - 1) which is equal to 8. അല്ലേ, ഇതൊരു 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ ഇതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് നമ്പർ നമുക്ക് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 8/8 ഈക്വൽ ടു 1 നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്
പി ഓഫ് വൺ ട്രൂ ആയ സ്ഥിതിക്ക് പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്യുന്നു പി ഓഫ് കെ ഈസ് ഈക്വൽ ടു ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് 9k മൈനസ് 1. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് പി ഓഫ് കെ പ്ലസ് 1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 9k പ്ലസ് 1 മൈനസ് 1 അല്ലേ. പി ഓഫ് കെ ഡിവിസിബിൾ ബൈ 8 ആണ് നമ്മൾ എഴുതി. അതുപോലെ തന്നെ പി ഓഫ് കെ പ്ലസ് 1 ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കറിയാം ഈ പി ഓഫ് കെ പ്ലസ് 9k പ്ലസ് 1 നമ്മൾ സ്പ്ലിറ്റ് എഴുതാൻ പോവാം. വിച്ച് ഈസ് ഈക്വൽ ടു 9k ഇൻറ്റു 9 മൈനസ് 1 അല്ലേ. 9k പ്ലസ് 1 നമുക്ക് 9k ഇൻറ്റു 9 എഴുതാമല്ലോ. ദാറ്റ് ഈസ് a(m) ഇൻറ്റു a(n) ഈസ് ഈക്വൽ ടു a(m) പ്ലസ് n നമുക്ക് എഴുതാമല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ടൈമിനെ നമുക്ക് കണ്ടുപിടിക്കാം പി ഓഫ് കെയിൽ നിന്ന്. നമുക്കറിയാം പി ഓഫ് കെ 9k മൈനസ് 1 ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 9k ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 മൈനസ് 1 നമുക്ക് പ്ലസ് 1 നമുക്ക് എഴുതാമല്ലോ. ഇവിടെ മൈനസ് ആയിരുന്നു, റൈറ്റിലേക്ക് പോയപ്പം പ്ലസ് ആയി. പ്ലസ് 1 നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1 ഇൻറ്റു 9 മൈനസ് 1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 9 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻറ്റു 9 പ്ലസ് 9 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻറ്റു 9. ഇത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതിൽ 9 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8. ഈ ടേമിനെ മുഴുവൻ നമുക്ക് എന്തെഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 8 നമുക്ക് എഴുതാൻ പറ്റും. മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് എന്താണ് 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 8. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടോട്ടൽ ആൻസർ ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പം നമുക്ക് ഇതിനെ ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതാം. ഇത് രണ്ടും ഈക്വൽ ആൻസേഴ്സ് ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? 9k പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 8 നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. നമുക്ക് എഴുതാം. ഹെൻസ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ ഫോളോവിങ് ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കൂടെ ഒരു ക്വസ്റ്റൻ അല്ലേ. x(n) മൈനസ് y(n) ഈസ് ഡിവിസിബിൾ ബൈ x മൈനസ് y. കാരണം ഇതൊരു നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് കാണുന്ന പോലെയല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നോക്കാം. കാരണം ഇതുപോലത്തെ തന്നെ ഒരു ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതാ? 7(n) മൈനസ് 3(n) ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ല. അതേ ഫോർമാറ്റ് തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുവാണ്. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. x(n) മൈനസ് y(n) അതാണ് ഇതിൻ്റെ അകത്ത് പി ഓഫ് n. പി ഓഫ് n ഈസ് ഈക്വൽ ടു x(n) മൈനസ് y(n). ഓക്കെ, നമ്മൾ ഫസ്റ്റ് പി ഓഫ് 1 കണ്ടുപിടിക്കുന്നു. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു x(1) മൈനസ് y(1) വിച്ച് ഈസ് ഈക്വൽ ടു x മൈനസ് y എന്ന് കിട്ടിയില്ലേ. ഇതിന് x മൈനസ് y വെച്ച് ഡിവൈഡ് ചെയ്ത് തരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ x മൈനസ് y നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു ട്രൂ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി ഓഫ് കെ. നമ്മൾ അസ്യൂം ചെയ്യുവാണ് എന്ത്? പി ഓഫ് കെ ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യുവാണ് x(k) മൈനസ് y(k) ഈസ് ഈക്വൽ ടു ഡിവിസിബിൾ ബൈ x മൈനസ് y നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു x(k) പ്ലസ് 1 മൈനസ് y(k) പ്ലസ് 1. നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു x(k) ഇൻറ്റു എക്സ് മൈനസ് y(k) ഇൻറ്റു y നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, നമ്മളിത് ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അഡീഷണലായിട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്യുവാണ്. അതായത് എക്സ് ഇൻറ്റു y(k) എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. x(k) ഇൻറ്റു എക്സ് മൈനസ്, ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ട് കിടക്കുന്ന മൈനസ് അല്ല, ഈ ടൈം കഴിഞ്ഞിട്ട് ഈ ടൈം. അപ്പം ഫസ്റ്റ് ടൈമിനും സെക്കൻഡ് ടൈമിനും കിടക്കുന്ന മൈനസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് മൈനസ് ചെയ്യുവാണ്. എക്സ് ഇൻറ്റു y(k) എക്സ് ഇൻറ്റു y(k) പ്ലസ് എക്സ് ഇൻറ്റു y(k). എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതും കൂടെ കട്ട് ചെയ്ത് വെക്കോളും അല്ലേ. മൈനസ് y(k) ഇൻറ്റു y. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ടൈം കൺസിഡർ ചെയ്യാം, പിന്നെ ഈ ടൈം. അപ്പോൾ നമുക്ക് ഈ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് നമുക്ക് എക്സിനെ പുറത്തേക്ക് എടുത്തെഴുതാം. അപ്പോൾ നമ്മൾ എക്സിനെ പുറത്തേക്ക് എടുത്തെഴുതുമ്പം എക്സ് ഇൻറ്റു x(k)
മൈനസ് വൈ റേസ് ടു കെ എന്ന് നമുക്ക് കിട്ടി. നമുക്കറിയാം എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൂ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. പി ഓഫ് കെ ആണിത്. അപ്പോൾ ഈ സംഖ്യനെ ഏതൊരു സംഖ്യ വെച്ച് ഗുണിച്ചാലും എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആയിരിക്കുകയല്ലേ. അതായത് ഈ പി ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതും പി ഓഫ് കെ ആണ് അല്ലേ. ഇതും ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. ഈ സംഖ്യനെ എക്സ് വെച്ച് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഉത്തരം എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ടേമിനെ മുഴുവൻ ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ, ഈ സംഖ്യനെ അതായത് മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈനെ ഏതൊരു സംഖ്യ വെച്ച് ഗുണിച്ചാലും കിട്ടുന്ന ഉത്തരം മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, പ്ലസ് ഇവിടെ നമുക്ക് വൈ റേസ് ടു കെനെ രണ്ട് ടൈമിൽ നിന്നും പുറത്തേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ വൈ റേസ് ടു കെനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. വൈ റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ അല്ലേ. അതായത് ഈ എക്സ് മൈനസ് വൈയും ഈ എക്സ് മൈനസ് വൈയും സെയിം അല്ലേ. അപ്പം ഈ സംഖ്യനെ ഏതൊരു സംഖ്യ വെച്ച് ഗുണിച്ചിട്ടുണ്ടെങ്കിലും എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ അല്ലേ കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ടേമിനെ എന്തെന്ന് എഴുതാം? ഡിവിസിബിൾ ബൈ ഓർ മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാം. അപ്പം നമുക്ക് കിട്ടും മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് കിട്ടും. അതായത് ഡിവിസിബിൾ ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് ഡിവിസിബിൾ ഓഫ് എക്സ് മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡിവിസിബിൾ ഓഫ് എക്സ് മൈനസ് വൈ. ഈ സംഖ്യ എക്സ് മൈനസ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സംഖ്യനെയും എക്സ് മൈനസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാലും എക്സ് മൈനസ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. 3^2n + 2 - 8n - 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പി ഓഫ് 1 പ്രൂവ് ആണോ നമുക്ക് നോക്കാം. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 3^2 × 1 + 2 - 8 × 1 - 9 which is equal to 3^2 + 2 that is 3^4. 3^4 is equal to 81. അപ്പം നമുക്ക് കിട്ടും 81 - 8 - 9 which is equal to 64 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 64 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ. ദാറ്റ് ഈസ് 8 × 8 ആണ് 64. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അസ്യൂം ചെയ്യുവാണ് പി ഓഫ് കെ ട്രൂ ആണോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ദാറ്റ് ഈസ് പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 3^2k + 2 - 8k - 9 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 8. ഓക്കെ, നമുക്ക് M8 എടുത്തേക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമാകുമല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 8 നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാ, ഇപ്പം ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും ഈ പി ഓഫ് കെ നമ്മൾ ട്രൂ എന്ന് കണ്ടുപിടിച്ചു. ഇനി പി ഓഫ് കെ + 1 കണ്ടുപിടിക്കണം. പി ഓഫ് കെ + 1 ഈ പി ഓഫ് കെ + 1 ട്രൂ ആണെങ്കിൽ എന്താ നമുക്ക് പറയാം? ഈ ഇക്വേഷൻ മുഴുവൻ ട്രൂ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പി ഓഫ് കെ + 1 എഴുതാൻ വേണ്ടി 3^2 × k + 1 + 2 - 8 × k + 1 - 9 എന്ന് നമുക്ക് കിട്ടിയാലേ. അപ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ 2വിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 3^2k + 2 എന്ന് നമുക്ക് കിട്ടും അല്ലേ. 3^2 × k 2k 2 × 1 2. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന +2 മൈനസ് 8-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8k + 8 - 9. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമ്മൾ ഇത് നേരെ 8 - 9 ചെയ്യണ്ട. നമുക്കതിന് പോലെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. ഇവിടെ നമുക്കറിയാലോ ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ കെയുടെ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, പി ഓഫ് കെ. ഈ ഫോമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. 2k + 2 ഇവിടെ ഉണ്ട്, 2k + 2 ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3^2k + 2 ഇവിടെ ഈ 2 ഇത് നമുക്കറിയാലോ a⁻m × a⁻n = a⁻m + n. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കിതിനെ 3² എന്നാക്കാം. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 3² എന്നാക്കാം. അപ്പോൾ ഇൻറ്റു 3² മൈനസ് 8k + 8 - 9 നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും. ഈ ടേമിനെ നമുക്ക് ഈ പി ഓഫ് കെയിൽ നിന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതായത് പി ഓഫ് കെ M8 ആണല്ലോ നമുക്ക് പി ഓഫ് കെ കിട്ടിയേക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ ഓഫ് 8. മൾട്ടിപ്പിൾ ഓഫ് 8 നമുക്ക് പി ഓഫ് കെ കിട്ടിക്കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ 3^2k + 2നെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുമല്ലോ. അതായത്
ഈ -8k -9 റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 8k പ്ലസ് 9. അതായത് ഇവിടെ -8kയും -9 കൂടെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും പ്ലസ് ആകും. പ്ലസ് 8kയും പ്ലസ് 9ഉം ആകും. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പിന്നെ ഇവിടെ ലെഫ്റ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? 3^2k + 2 മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത് മനസ്സിലായോ? ഇവിടെ ഇതിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, അതായത് ഇതിനെ കിട്ടാൻ വേണ്ടി ഈ -8kയും -9നെയും ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 8 കിടപ്പുള്ളത് കൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 8നോട് നമ്മളെല്ലാം സം ചെയ്യുന്നു, കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3^2k - 2 ഈ ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 8k പ്ലസ് 9 ഇൻറ്റു 3² നമുക്ക് കിട്ടുമല്ലോ. 3^2k + 2നാണ് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. മിച്ചം ഇവിടെ ഒരു 3² ഉണ്ട്, ആ 3² ആഡ് ചെയ്തു. -8k പ്ലസ് 8 - 9 നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ 3² മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻറ്റു 3² പ്ലസ് 8k ഇൻറ്റു 3² പ്ലസ് 9 ഇൻറ്റു 9 മൈനസ് 8k പ്ലസ് 8 മൈനസ് 9 നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കറിയാം ഇത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. കാരണം മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻറ്റു എനി നമ്പർ ഇസ് ഗീവ്സ് മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 8 m8 എന്ന് എഴുതാം. പ്ലസ് ഈ 8k ഇൻറ്റു 3². ഈ 8k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഇൻറ്റു എനി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലേ. അപ്പോൾ 8k ഇൻറ്റു 3² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് 8k എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അതിൻ്റെ കൂടെ ഒരു 3² ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മൾട്ടിപ്പിൾ ഓഫ് 8 തന്നെ കിട്ടും. മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 9 ഇൻറ്റു 9 81. നമുക്കതിനെ 9 ഇൻറ്റു 9 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, മൈനസ് 8k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് നാം പറഞ്ഞു. മൾട്ടിപ്പിൾ ഓഫ് 8. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു 8 ഉണ്ട്, അതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്, m8 മൈനസ് 9. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 8നെ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 8 മൈനസ് മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 9 ഇൻറ്റു 9 മൈനസ് 9. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ മൾട്ടിപ്പിൾ ഓഫ് 8 എന്തൊരു ആഡ് ചെയ്യുകയും കുറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ മൾട്ടിപ്പിൾ ഓഫ് 8നോട് ഒരു മൾട്ടിപ്പിൾ ഓഫ് 8 ആഡ് ചെയ്യുന്നു, അതിനോട് ഒരു മൾട്ടിപ്പിൾ ഓഫ് 8 കുറയ്ക്കുന്നു, അതിനോട് വീണ്ടും ഒരു മൾട്ടിപ്പിൾ ഓഫ് 8 ആഡ് ചെയ്യുന്നു. എന്തൊക്കെ ചെയ്താലും നമുക്ക് ഫൈനലായിട്ട് ഇത്രയും എണ്ണത്തിന് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്ന എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കും. പ്ലസ് ഇവിടെ 9 ഇൻറ്റു 9 മൈനസ് 9 കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 9 ഈ ടേംസിൽ നിന്ന് നമുക്ക് 9 പുറത്തേക്ക് എടുത്ത് വരുമ്പോൾ എന്ത് കിട്ടും? 9 ഇൻറ്റു 9 മൈനസ് 1 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 9 പുറത്തേക്ക് എടുക്കുന്നു, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 9 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിച്ചം 1 കിട്ടും അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 9 ഇൻറ്റു 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 8 കിട്ടും. 9 ഇൻറ്റു 8. അപ്പോൾ ഈ 9 ഇൻറ്റു 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 8 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഓഫ് 8 ഇൻറ്റു എനി നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 8 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 8 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? P(k+1) ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 8 കിട്ടും. അതിനർത്ഥം നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. Hence, by using principle of mathematical induction, P of n is true for all natural numbers. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതൊക്കെ വീണ്ടും ഈ വർഷം തന്നെ എനിക്കിത് ചോദിക്കാൻ പാടില്ലെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടും. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നിങ്ങൾ അത്രയും കേപ്പബിൾ ആയിട്ടുണ്ട്. ഇനി ടെസ്റ്റിൽ കിടക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പം അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.